നമ്മൾ നമ്മുടെ OBYOCക്ക് വേണ്ടിയിട്ട് വി ഹാവ് ബിൻ തിങ്കിങ് അബൌട്ട് ദിസ് ഫോർ എ വെരി ലോങ് ടൈം. നിങ്ങൾക്ക് DSLR ക്യാമറ ഉണ്ടെങ്കിൽ ഗുഡ്. സോ വി ആർ 2024 ഒക്ടോബർ ആ ഒരു ടൈമിൽ പോയപ്പോഴാണ് ഈ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായത്. എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് ഉള്ള വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പുള്ളിക്കാരിയുടെ സ്ഥലത്തിന്റെ അടുത്തൊന്നും വാങ്ങിക്കാതെ പുള്ളിക്കാരി ഫിയാൻസിയും കൂടെ അവിടെ ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ? 65 ലക്ഷം രൂപ പോയത് ഒരു മനുഷ്യൻ അറിയുന്നേ ഇല്ല. അയ്യോ, 65 ലക്ഷം രൂപ പോയാൽ എന്താ അവർക്ക് കള്ളനെ കിട്ടിയില്ലേ? പക്ഷെ 65 ലക്ഷം രൂപ അവർ വേണ്ടെന്ന് തന്നെ വെച്ചിട്ടുണ്ട്. കള്ളനെ കിട്ടിയല്ലോ, അതറിഞ്ഞാൽ മതിയല്ലോ. ആ കള്ളൻ അത്രയും 3 പെണ്ണുങ്ങളായതുകൊണ്ട് 65 ലക്ഷം രൂപ അവർ വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്കിനാണല്ലോ ഇതിനകത്തൊരു ഹീറോയിസം ഇരിക്കുന്നത്. അല്ലാതെ വേറെന്താണ്? പുറത്തു വരുന്നത് വമ്പം തട്ടിപ്പിന്റെ കഥകൾ മാത്രമാണ്. മുമ്പൊക്കെ മാസത്തിൽ ഒരു തവണയായിരുന്നു ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സി പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഇന്ന് അഹാനയാണെങ്കിൽ നാളെ ഹൻസിക, നാളെ ഹൻസിക ആണെങ്കിൽ ദിയ ആയിരുന്നെങ്കിൽ അടുത്ത കൊച്ചിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ, പിന്നെ അവരെ അമ്മ. ഇതൊന്നും പോരാഞ്ഞിട്ട് അവരുടെ അമ്മുമ്മ, അവരുടെ പെങ്ങടെ മോള്, ഇനി വല്യച്ഛന്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി. എനിക്കറിയാൻ ഇവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കെല്ലാം കോൺട്രവേഴ്സി നിറഞ്ഞു നിൽക്കാനും തുമ്മാനും മാത്രമേ സമയം കാണത്തുള്ളൂ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ രാത്രി ഇവരെല്ലാവരും കൂടെ ടേബിളിന് ചുറ്റും കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും അച്ഛൻ ചോദിക്കും, മോനെ ഇന്ന് ആരാണ് തുമ്മിയത്? അപ്പൊ ഏതെങ്കിലും ഒരു മാസം പറയും, അൻസിക പറയും, ഇത് ഇന്ന് ഞാനാണ് അപ്പാ തുമ്മിയത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവര് ഒരു ടേബിളിന് ചുറ്റും അങ്ങോട്ട് കഴിക്കാനിരുന്നില്ല, തുമ്മലായിരിക്കും വരുന്നത്. കാരണം ഡെയിലി ഓരോരോ പരിപാടികളും. ഒരു കുടുംബം യൂട്യൂബ് ചാനൽ വഴി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ റീച്ചിലേക്ക് കൊണ്ടുപോകാം, യൂട്യൂബ് ചാനൽ വഴി ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാം, യൂട്യൂബ് ചാനൽ വഴി എങ്ങനെ വലിയൊരു കുടുംബം തന്നെ സാമ്പത്തിക ലാഭത്തിലേക്ക് കൊണ്ടുവരാം, യൂട്യൂബ് ചാനൽ വഴി എങ്ങനെ നാട്ടുകാരെ ഊമ്പിച്ച് ജീവിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആര്യവൈദ്യശാലയിലേക്ക് പോകാതെ നേരെ KK ഫാമിലിയിലേക്ക് എത്തുക, അവരുടെ ബിസിനസ് സംരംഭത്തിലേക്ക് എത്തുക, അവർ ഈടാക്കുന്ന വിലയിലേക്ക് എത്തുക, അവർ കൊടുക്കുന്ന ക്വാളിറ്റിയിലേക്ക് എത്തുക. ഇത്തവണ നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ദിയ കൃഷ്ണയുടെ, അതായത് കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് ഭർത്താവുമായിട്ട് കുഞ്ഞുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കാനും ഒറ്റപ്പെട്ട് കേക്ക് മുറിക്കാനും ഒറ്റപ്പെട്ട് ബിസിനസ് കൊണ്ടുപോയി ഓസി സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സംരംഭത്തിന് ഉടമസ്ഥയായിട്ട് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലേക്കാണ്. 2024 നടന്നിട്ടുള്ള കാര്യമാണ്. ഒരു കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്, ഒരു ചെറുക്കൻ, അവരിങ്ങനെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ കടകളിലോ അല്ലെങ്കിൽ വലിയ വലിയ സംരംഭമായിട്ട് നിൽക്കുന്ന കടകളിലോ തുണികളോ മണികളോ സ്വർണ്ണാഭരണങ്ങളോ ആഭരണ ഓർണമെന്റ്സോ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് അവർ എങ്ങോട്ടേക്ക് എത്തുന്നു? ലുക്ക് അറ്റ് ദാറ്റ്, സെലിബ്രിറ്റി ദിയയെ അവിടെ വിൽക്കുന്നു. ഓർണമെന്റ്സ് വിൽക്കുന്നു, തുണി വിൽക്കുന്നു, മണി വിൽക്കുന്നു. നമുക്ക് അവിടെ ചെല്ലാം. ബിക്കോസ് അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതിലൂടെ കാണാൻ സാധിക്കുന്നു, അതിലൂടെ അവർ അഡ്വർടൈസ് ചെയ്യുന്നു. അപ്പോൾ അവരാ എടുക്കുന്ന ആ ഒരു ക്യാമറ ഉണ്ടല്ലോ, നല്ല പൈസയുള്ള ക്യാമറയാന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയും ക്വാളിറ്റിയോടെ നിങ്ങളുടെ മുന്നിലേക്ക് തീട്ടക്കണ്ടം എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും, വൗ, ദാറ്റ് ഈസ് നോട്ട് എ തീട്ടക്കണ്ടി, ദിസ് ഈസ് എ ഗോൾഡൻ റിട്രൈവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലുന്നു. ക്യാമറയല്ല നമ്മുടെ കണ്ണിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് നഗ്ന നേത്രങ്ങളാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നു. അയ്യേ, ഈ തീട്ടക്കട്ടിയായിരുന്നു ഞാൻ ഗോൾഡൻ റിട്രൈവർ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേന്ന്. അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. എന്തൊക്കെ പരിപാടികളാണ്! മലപ്പുറം കത്തി, മിഷ്യൻ ഗണ്ണ്, അമ്പും വില്ല്. ഒരു ദിവസം പോലും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാതെ ഈ കുടുംബത്തിന് നെങ്ങാനോ നിരങ്ങാനോ ഇരിക്കാനോ സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാതെ വേറെ ഒരു വകുപ്പും ഇല്ലെന്നേ. ഇവർക്ക് വേറെ ജീവിക്കാനായിട്ട് വേറെ വരുമാനമുണ്ട്, മാർഗങ്ങളുണ്ട്. പക്ഷെ കോൺട്രവേഴ്സിയിൽ നിറഞ്ഞു നിൽക്കണം. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഹാനയുടെ ചാനലിനകത്ത്, ദിയയുടെ ചാനലിനകത്ത്, ഈ ഹൻസികയുടെ ചാനലിനകത്ത്, ആ ഇടയ്ക്കൊരു കൊച്ചു അതിൻ്റെ ചാനലിനകത്ത്, അമ്മയുടെ ചാനലിനകത്ത്, അച്ഛൻ പിന്നെ ഏതെങ്കിലും ഇലക്ഷൻ ആകുമ്പോഴത്തേന് മൂർഖം പാമ്പിൻ്റെ കണക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ട് ഇടയ്ക്കിടെ കയറി വരും. ഇല്ലെങ്കിൽ അന്താരാഷ്ട്രപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് അവിടെ തലയിട്ട് ഒരു അഭിപ്രായം അടിയും. പിന്നെ അതോടുകൂടി തന്തയ്ക്കുള്ളിയും തള്ളയ്ക്കുള്ളിയെല്ലാം കണ്ടിട്ട് പുള്ളി ഒരു സൈഡിലോട്ട് മാറി അങ്ങ് പോയി. ഇതാണ് ചുരുക്കത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ഇവരുടെ എല്ലാം ഫാമിലി ചാനലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണിക്കും. ഇപ്പം അവരുടെ ആരാധകർ അവരാഗ്രഹിക്കുന്നതോ ഇതൊന്നുമല്ല. അവരുടെ 5 പേരുടെ ചാനലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മിനിമം ഒരു കേരളത്തിലെ 150 ചാനലിലെങ്കിലും ഈവൻ ട്രോൾ പേജ് ഉൾപ്പെടെ ഒതുങ്ങി നിൽക്കാനാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. അത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. എവിടേക്കോ ഏതൊക്കെയോ ഒരു സൈഡിൽ നല്ലതായിട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകും. തൊട്ടപ്പുറത്തൂടെ ഒരു ചീഞ്ഞ അവരുടെ ഒറിജിനൽ സ്വഭാവം ഉണ്ട്, അതങ്ങ് പുറത്തു വരും. അതോടെ കിടക്കും ദിം തരി കിടത്തവും, കിടക്കുന്നത് സവാള പട
അത് ആ രീതിയിലങ്ങ് അവസാനിക്കും. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് രേഖപ്പെടുത്തൂ. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവരെല്ലാം വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ ഹൈപ്പും കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ വരാം. റീസെൻ്റ് ആയിട്ടല്ല, എന്നാലും ഓബയോസി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് പൈസ വെട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തേക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർക്കൊക്കെ ലക്ഷങ്ങളുടെ ടേണോ. ഞാൻ ചോദിക്കാൻ 65 ലക്ഷം രൂപ പോയിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന്. ഞാനൊക്കെ അങ്ങനെയാവുന്ന 65 ലക്ഷം പോയാൽ സന്തോഷിക്കും. ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ? അത് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കടയിൽ ജോലി ചെയ്ത്, അതായത് ഇപ്പം നമ്മൾ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കിൽ ഈ 3 പെൺകുട്ടികൾക്ക് അവിടെ ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു സാധനം കാണിക്കുന്നത്. ആ കടയിൽ നിന്ന് ഈ 3 പെൺകുട്ടികൾ ഗൂഗിൾ പേ മുഖാന്തരം സ്വന്തം അക്കൗണ്ടിലേക്ക് 65-66 ലക്ഷം രൂപ വെച്ച് ട്രാൻസ്ഫർ ചെയ്തെടുത്ത്. കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ, കണ്ടവരെല്ലാം ഞെട്ടി മാമ. പക്ഷേ ദിയ മാത്രം ഒന്നും അറിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ നേരം സ്റ്റോക്കിന് റിട്ടേൺസ്, നിലവിലിരിക്കുന്ന സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് എത്ര വന്നിട്ടുണ്ടെന്നും അവിടെ ഏതൊക്കെ സാധനം പോയിട്ടുണ്ടെന്നും ഇനി അതിൻ്റെ എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ടെന്നും ഒരേ മെയ്ഡിലെ സാധനങ്ങൾ എത്ര ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുന്നത് കൊണ്ടാണോ? ഇങ്ങനെയാണോ ഒരു ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോയി? ഞാൻ അന്ന് ആലോചിച്ചു. എന്നാലും 65 ലക്ഷം രൂപ ഉൾപ്പെടെ ഒരു കയ്യിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. അത്ര കെയർലെസ് ആയിട്ടായിരുന്നില്ലേ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? അത് അത്രയാണോ പോയത്? പുതിയ കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് ഏതാ സത്യം ഏതാ സത്യമല്ലാത്തത് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ബാക്കി കണ്ടുവരാം. 65 ലക്ഷം രൂപ പോയത് ഒരു മനുഷ്യനെ അറിയുന്നേ ഇല്ല. അപ്പൊ അയാൾ അത്രയും റിച്ച് അല്ലേ? 65 ലക്ഷം രൂപ മറ്റൊരു പോയൊരു പോയിന്റ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ പോയി പേഴ്സിന്ന് അറിയോ? 65 ലക്ഷം രൂപ പോയി അറിയോ? ഇവിടെ പോക്കറ്റിൽ നിന്ന് കാണാൻ 1 രൂപ വീണ് കഴിഞ്ഞാൽ, എന്റെ പോക്കറ്റിൽ നിന്നല്ല വല്ലോന്റെ പോക്കറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് ചവിട്ടി പിടിച്ച് ഒറ്റ നിപ്പായിരിക്കും. 2 മഴയോ 3 വെയിലും കഴിയാതെ ആള് പോകാതെ നമ്മൾ കാല് വെക്കത്തില്ല. പിന്നെ അല്ലേ 65 ലക്ഷം രൂപയുടെ കഥ. അല്ല അറിയില്ലടി, ഞാനറിയും. അപ്പൊ നമ്മളൊക്കെ അറിയും. അപ്പുറത്തൊരു മനുഷ്യത് അറിയുന്നില്ല. അപ്പൊ അയാൾ അത്രമേൽ പൈസ ഉണ്ടാക്കിയിട്ട് അത് കളഞ്ഞേക്കണേ. അതെ, അപ്പൊ അവർക്ക് കോടിക്കണക്കിന് ഉണ്ടാക്കിയതിന് ശേഷമാണ് 66 ലക്ഷം രൂപ അവരുടെ സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ നിന്നും 0.1% അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അവർക്ക് ചിലപ്പം ആ രീതിയിൽ ഈ ഒരു സംരംഭത്തെ അങ്ങ് അവസാനിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഞാൻ ഈ കഥയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന നവവധു നവവരൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നും അവരുടെ കല്യാണത്തിന് നല്ല ആഡംബരപൂർണ്ണമായിട്ടുള്ള ഡ്രസ്സുകളും വസ്ത്രങ്ങളും ആഭരണങ്ങളും മേടിക്കണമെങ്കിൽ എവിടെ ചെല്ലണം? നല്ല ക്വാളിറ്റി ഉള്ളിടത്ത് ചെല്ലണം, നല്ല ഡിസൈൻ ഉള്ളിടത്ത് ചെല്ലണം. അത്യാവശ്യം വില കൊടുക്കേണ്ടി വന്നാലും നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ കേട്ടങ്ങ് ഇരുന്നോളൂ അല്ലേ? പക്ഷെ ഇവരങ്ങനെ മിണ്ടാതെ കേട്ടിരിക്കാനായിട്ട് നിൽക്കുന്നില്ല. കാരണം എന്താ? ക്വാളിറ്റി ഇല്ല, വില കൂടുതൽ, പിന്നെ ഇവിടുന്ന് ഓടി അവിടം വരെ എത്തുകയും ചെയ്ത് ആ പോയ പെട്രോൾ എക്സ്പെൻസ് പോലും ഇവർക്ക് കിട്ടാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ 2 അക്ഷരം പറയണം. കാരണം ഇവരെ കടയും തപ്പിയിട്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൽ നിന്നും ആൾക്കാർ ഓടി വരുമ്പോഴത്തേക്കിനൊന്ന് ആലോചിക്കേണ്ട ഇത് എങ്ങനെയാണ് പോകുന്നുള്ളത്. നമ്മളിപ്പോൾ പറയുന്നത് 2024 കഥയാണേ, മറന്നു പോവല്ലേ. അപ്പം നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടുവരാം. എനിക്ക് ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓബയോസി, ദിയാ കൃഷ്ണയുടെ ഓബയോസി എന്ന് പറഞ്ഞ സ്റ്റോർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴത്തെ കുറവൻകോണത്തുള്ള സ്റ്റോർ അല്ല, അതിന് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റോർ. ഇല്ല, അവിടുത്തെ സ്റ്റാഫ് തന്നെ കുറച്ച് സാധനങ്ങൾ തിരിമറിയൊക്കെ നടത്തി ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയ കേസൊക്കെ ഉണ്ടല്ലോ. ഈ കേസ് വരുന്നതിന് ഒരു 7 മാസം മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് അടുത്തറിയുന്നത്, എനിക്ക് പേഴ്സണലി ആരാണെന്നൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ആളുടെ ഐഡന്റിറ്റി ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പെൺകുട്ടി അവളുടെ കല്യാണം അത് റിവീൽ ചെയ്യണ്ട, ഇതിപ്പോ വരുമ്പോഴത്തേനും അവർ തന്നെ ഏറ്റുപിടിച്ച് വന്നോളൂ. പിന്നെ റിവീൽ ചെയ്ത ആൾ പുറത്ത് വന്നല്ലേ പറ്റത്തുള്ളൂ. ത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഫിയാൻസിയും കൂടെ അവിടെ ഷോപ്പ് ചെയ്യാനായിട്ട് പോയിരുന്നു. അതും കിലോമീറ്ററുകൾ താണ്ടിയാണ് അവിടെ പോയത്. അത് വേറെ കാര്യം. കാരണം ഇത് വേറെ അങ്ങ് കിട്ടാത്തതുകൊണ്ടല്ല. ഈ ഇവരുടെ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കാണുന്നത് കണ്ടിട്ട് ഇവർ പ്രീമിയം എന്ന് പറഞ്ഞാണ് ഇവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാറുള്ളത് പൊതുവെ. അത് കണ്ടിട്ട് അപ്പൊ ഇവിടെ അടുത്തുനിന്നൊന്നും വാങ്ങിക്കാതെ, ഇവിടെ നിന്നല്ല പുള്ളിക്കാരിയുടെ സ്ഥലത്തിന്റെ അടുത്തുനിന്നൊന്നും വാങ്ങിക്കാതെ പുള്ളിക്കാരി ഫിയാൻസിയും കൂടെ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ പോയപ്പോ ഉണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ഓഡിയോ കുത്തിക്കഴപ്പല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കെ. വീടിന്റെ തൊട്ടടുത്ത് ഒട്ടനവധി കടകളുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ നമുക്ക് നിക്കറും ഉടുപ്പും പാൻറ്റും മാലയും വളയും ചരടും എല്ലാം മേടിക്കുന്ന കടകൾ ഉണ്ടാഞ്ഞിട്ട് ഇച്ചിരി വളർന്നപ്പോഴത്തേന് നമ്മൾ വിചാരിച്ചേ ഇവിടൊക്കെ ആരെങ്കിലും മേടിക്കൂ, നമുക്ക് ഓബയോസിയുടെ കടയുണ്ട്, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് വിൽക്കുന്ന സാമാനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്, അവിടെ ചെല്ലുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അരിയുണ്ട് നിങ്ങൾക്ക് 5 രൂപയ്ക്കായിരിക്കും മേടിക്കാനായിട്ട് കഴിയുന്നത്. പക്ഷെ അത് നമ്മൾ സെലിബ്രിറ്റീസിന്റെ ഷോപ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ അരിയുണ്ട നമുക്ക് 20 രൂപയ്ക്ക് മേടിക്കാം. ബെനിഫിറ്റ് എന്തുവാ? അത് അരിയുണ്ടയാ, 20 രൂപയുടെ അരിയുണ്ടയാ.
അത് കടിച്ചാലും കടി വീഴും, ഇത് കടിച്ചാലും കടി വീഴും. അതും ഒരേ അരിപ്പയിലായിരിക്കും അരിക്കുന്നത്, ഇതും ഒരേ അരിപ്പയിലായിരിക്കും അരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മീശ 350 അത്ര ഉള്ളു, മനസ്സിലായ? ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് മീശോയും ഇപ്പുറം വരുമ്പോഴത്തേന് വീരപ്പൻ്റെ ഷോയും ആവുമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നത്. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് 2 പേരും പ്രതികരിക്കുന്നുണ്ട്, ആണും പെണ്ണും. അതായത് ആ സമയത്തുള്ള നവവധുവും നവവരനും, ഇപ്പം അവർ ഒന്നിച്ച് ജീവിക്കുന്നവർ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവരാം. ഇവിടെ നമ്മൾ കണ്ടിടത്തോളം എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് ഉള്ള വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പാവയിൽ വരച്ച് വെച്ചേക്കുന്നതാണ് കളക്ഷനാണ് നമുക്ക് ഫുള്ളെടുത്ത് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു. അതായത് ഇതാണോ ഇനി ഇനി ഇവർ ഓബയോസിയുടെ കടയിൽ നിന്ന് പറഞ്ഞ മറ്റേ ചൈനീസ് മളയിലാണ് 69 രൂപ ഷോപ്പിൽ ബാഡൊക്കെ നോക്കിയിട്ടായിരുന്നോ കയറിയത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോഴേക്ക് ആ ഒരു ഗുമ്മൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഗത്തൊക്കെ ഉണ്ടല്ലോ. പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ക്യാമറ ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. പുതിയ സംരംഭമായിരിക്കും. ഊറ്റി തിന്നുന്നവനെ പൂറ്റി തിന്നുക. അത് ഇനി പ്രീമിയം സാധനങ്ങൾ വേറെ മാറ്റി, അതായത് ഇപ്പൊ വന്ന് കയറാൻ നേരത്തെ അവരുടെ നിൽക്കുമോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കണതെന്നൊന്നും അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങി പോകാൻ നേരത്താണെങ്കിലും ഒരു മൈൻഡും ഇല്ല, പോണേ പോയിട്ട് വരണേ വരട്ടെ. എനിക്ക് അന്ന് അതൊക്കെ പീക്ക് ടൈമായിരുന്നു. ഓ മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു ഓൾട്ടയിൽ പോവുകയാണെങ്കിൽ അവൻ ഓൾട്ടയിലാണ് വന്നത്. അതേ നമ്മൾ റോൾസ് റോയ്സിൽ വന്നോ നീ? പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ റോൾസ് റോയ്സ് ഷോറൂമിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് വില ചോദിക്കുന്നു. നിനക്ക് ഈ റോൾസ് റോയ്സ് മേടിക്കാനായിട്ട് ഗതിയുണ്ടോ? അതേ ഈഗോ മൂത്ത ആൾ അവിടെ ചെന്നിട്ട് 5 റോൾസ് റോയ്സ് മേടിച്ചെടുത്ത് പുറത്തിടുന്നു. അതൊരു പഞ്ചാബിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഇത് ദിയ നമുക്ക് കേട്ടപ്പോഴത്തേക്കിന് എനിക്ക് അതുമായിട്ടാണ് കമ്പയർ ചെയ്യാനായിട്ട് തോന്നിയത്. അതായത് പൈസ ഉള്ളവന് വാല്യൂ കൊടുക്കുന്നു, ജ്യൂസ് കൊടുക്കുന്നു, ഇല്ലാത്തവന് കാപ്പി പോലും ഇട്ട് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ പോയി കുടിയിടാ, പച്ചവെള്ളം തോണ്ട ക്യാനിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അതാണ് ഈ സംരംഭത്തിൻ്റെ മെയിൻ ഉദ്ദേശം. സാധനം കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു ലുക്കുള്ള സാധനം ആയിരിക്കും എന്ന്. പക്ഷേ എടുത്തു തരുന്ന സാധനം നമ്മളിങ്ങനെ നമുക്ക് മീഷോയിൽ നല്ല സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ആ ക്വാളിറ്റി പോലും എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്കത് വാങ്ങിക്കാനേ തോന്നത്തില്ല. വാങ്ങിക്കാൻ തോന്നത്തില്ല. ഇപ്പം എന്തായാലും ഒരു തവണ പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ നിങ്ങൾ ഈ 2024 ഇതിനു വേണ്ടി പോയ സമയത്ത് എന്താ വേണമെന്നറിയോ? ഇത് വന്ന് പറയണമായിരുന്നു. ഇതൊക്കെ പറയണം, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്വാളിറ്റി. നിങ്ങൾ ചുമ്മാ വണ്ടിയൊന്നും പിടിച്ച് അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കരുത്. നമ്മൾ ചെറിയ വണ്ടി പോയിട്ട് അവർ നമ്മളെ അതുപോലെ ട്രീറ്റ് ചെയ്ത് അത് പിന്നെ പറയാൻ പറ്റും. ഇവർ പിന്നെ കുഴി കുത്തി ആഹാരം കഴിച്ച് കൊടുത്തത് ദൂരം നിന്ന് കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കാണിച്ചേക്കാം. സ്വാഭാവികം മാത്രമായിട്ട് നമുക്ക് തോന്നുന്നു. അശ്വിൻ പാവൻ മോൻ എന്തോ ചെയ്യണോ എന്തോ ആരോ കഴിച്ചോ അവൻ. ഞാൻ എന്റെ കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ തിയേറ്റർ ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെ പേജിൽ ഫോട്ടോസും ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനം കിട്ടുന്നുള്ളൂ. അവിടെ ചെന്നപ്പം മറ്റേ കേസിലൊക്കെ ഉണ്ടായിരുന്ന കർണാടക സ്റ്റാഫ് അവരാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അവർക്ക് എടുത്ത് കാണിക്കാൻ താല്പര്യമില്ല. എന്റെ കൂടെ എടുത്ത് കാണിച്ചത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇവർ പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനമായിരുന്നു വരുന്നത്. എന്റെ കളറും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡിന് 2 ജൂനിയേഴ്സ് ഇടുന്ന പോലെ ഒരു ലിപ്പൊന്നും തന്നെ സാധനമല്ല. അപ്പൊ ആദ്യം ഒരു പീസ് വിചാരിച്ചു ഇതായിരിക്കും കുറച്ച് ചിലപ്പോൾ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും, നേരെ നല്ലത് കാണുന്നു വിചാരിച്ചു. അങ്ങനെ നേരെ ചോദിച്ചപ്പോൾ എടുത്തു തരാൻ വയ്യ, അത് മെയിൻ കാര്യം. പിന്നെ എങ്ങനെയെങ്കിലും എടുത്തു തന്നു. അത് നോക്കിയപ്പോൾ അതും ഇതേപോലെ തന്നെ കുറേ ബോക്സിൽ കുറേ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടത് മൊത്തവും ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാലേ ഒരു ലോക്കൽ തോന്നും. അതായത് ഈ കസ്റ്റമർ സർവീസിലുണ്ടായ പാളിച്ചയാണ്. കസ്റ്റമർ ഇട്ടുകൊണ്ട് വരുന്ന ജട്ടിയുടെ അളവും കളറും നോക്കിയിട്ട് കസ്റ്റമറെ വിലയിരുത്തുന്നു. ആ വിലയിരുത്തൽ വെച്ചിട്ട് അവിടെയുള്ള സാധനങ്ങൾ തരംതിരിക്കുന്നു. ആ തരംതിരിച്ച റോയ്ക്കകത്തുനിന്ന് ഓരോ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് സാധനം എടുത്തു കൊടുക്കുന്നു. അതാണ് വ്യക്തമായിട്ട് എനിക്ക് ഈ പറഞ്ഞതിലൂടെ മനസ്സിലായ ഒരു കാര്യം. ബാക്കി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ഇങ്ങനെ വർഷങ്ങളോളം നമ്മൾ പറയല്ലോ എസ്റ്റാബ്ലിഷ്ഡ് 1999 എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു, എല്ലാം അവിടെ തന്നെ തീരുന്നു, കെട്ടിടം വീഴുന്നു. അതായിരിക്കും നടക്കുന്നത് ഇമാതിരി പരിപാടിയായിട്ട് പോയി കഴിഞ്ഞാൽ. അന്ന് അങ്ങനെയായിരുന്നു. നമുക്ക് കൂടുതൽ ടൈം കൊണ്ട് നിൽക്കാൻ പോലും തോന്നിയില്ല. നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഇല്ല നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. 2 കാര്യം കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എടുക്കാതിരുന്നത്. മെയിനായിട്ട് സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ക്വാളിറ്റി നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാണ് പോയത്. അതിന് ഇടാൻ പറ്റുന്ന നമ്മൾ ഇവരുടെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവരുണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എടുത്ത് തരാൻ ഇൻട്രസ്റ്റും ഇല്ല. ആ സ്റ്റാഫൊന്നും ഒട്ടും ഒരു താല്പര്യം ഇല്ലാതെയാണ് നിങ്ങൾ വേണം കേട്ട് നോക്കിപ്പോന്നുള്ളൊരു ഇതിലാണ് നിന്നത്. അങ്ങനെയാണെങ്കിലും സാധനം നല്ലതായിരുന്നൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം.
തൊട്ടടുത്ത് കട നടന്നിട്ട് കല്യാണമായിട്ട് അവരെ എടുക്കാതെ ഓടി സെലിബ്രിറ്റീസിന്റെ കയ്യിലിരിക്കുന്ന നിക്കറിന്റെ വള്ളി മേടിക്കാനായിട്ട് ഓടി ചെന്നില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു. വീട്ടിനടുത്ത് നിന്നായിരുന്നെങ്കിൽ ആ പെട്രോൾ കാശെങ്കിലും ലാഭിക്കായിരുന്നു. അങ്ങനെ തന്നെ വേണം. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കടക്കാരുടെ ശാപമാണ് ഉള്ള കാര്യമല്ല, ശാപമാണ്. കല്യാണമായിട്ട് ഇവിടുന്ന് എടുക്കാതെ ഒബയോസി എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് ചെന്നുകൊണ്ട് കിട്ടിയതാ. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ബാക്കി 2024 ഒക്ടോബർ ആ ഒരു ടൈമിൽ പോയപ്പോഴാണ് ഈ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായത്. ഇത്രയും ലോ ക്വാളിറ്റി ഫീൽ ചെയ്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇത്രയും ദൂരെ പോയി അവിടെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിട്ടും ഒന്നും തന്നെ എടുക്കാതെ തിരിച്ചിറങ്ങി വരേണ്ടി വന്നത്. അവിടുത്തെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. ലോ ക്വാളിറ്റി സാധനമാണ് അവിടെ കാണിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും ഒക്കെ ഒബയോസിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഹൈ എൻഡ് സാധനമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ പേജ് ഞാൻ പറയാം, ഇപ്പോഴും ഹൈ എൻഡ് സാധനം തന്നെ, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, 4500 രൂപയുടെ സാധനം 7000 രൂപയ്ക്ക്, 9500 രൂപയുടെ സാധനം 16000 രൂപയ്ക്ക്. അങ്ങനെ നമുക്ക് പല പല സാധനങ്ങൾ പല പേരിൽ സ്വന്തമായിട്ട് ഇവർ തന്നെയാണ്. ഒരു സാരി അങ്ങോട്ട് എടുക്കും, അതിന്റെ തുമ്പ് ഈ കൈ വെച്ച് വെറ്റയില വെച്ചങ്ങോട്ട് താപ്പി പിടിക്കും, എന്നിട്ട് സാരിയുടെ ഇപ്പുറത്തെ തുമ്പിലോട്ട് വെച്ചിട്ട് ഒരു പേരിടും, രുക്മിണി. തൊട്ടടുത്ത് അടുത്ത സാരി കൊടുത്തു കമസം. അടുത്ത സാരി കൊണ്ടിരുത്തും തങ്കമണി. ഈ പേരൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേന് ഇത് ഏതോ മറ്റേ കാഞ്ചീപുരത്തിലെ കാഞ്ചീപുരം അന്ന് ജനിച്ചിരുന്ന അന്നത്തെ അമ്മുമ്മ, ആ അമ്മുമ്മയുടെ പേരാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഒരു രുക്മിണി അമ്മുമ്മ. അങ്ങനെയൊക്കെ വന്നതാണെന്നില്ലേ. സൂപ്പർ ഐഡിയ കേട്ടോ, അടിപൊളി. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2026. അടിപൊളി സാധനം. എനിക്കും ഇങ്ങനെ ഈ ആദ്യകാലങ്ങളിലൊക്കെ ഇത് കാണുന്ന സമയത്ത് പല പ്രോഡക്റ്റും കാണുമ്പോൾ പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു, ഇതാണോ പ്രീമിയം ക്വാളിറ്റി? കാരണം പലതും മറ്റേ ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്ന അങ്ങനത്തെ കളറിലുള്ള സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെയാണ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ പേജിൽ കാണുന്ന പല സാധനങ്ങളും ഞാൻ വേറെ പേജുകളിൽ കാണാറുണ്ട്, ഫ്ലിപ്കാർട്ടില്, പിന്നെ മീഷോയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഈ മീഷോയുടെ ക്വാളിറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം കിട്ടിയാ കിട്ടി, ഇല്ലേ പോയി എന്നുള്ള രീതിയിലാണല്ലോ മിക്കവാറും ഒക്കെ വരാറുള്ളത്. സോ അതിന് നമുക്ക് ഒരു അഷ്വറൻസ് എന്തായാലും പറയാൻ പറ്റില്ല. ഇവരിപ്പോ ഈ ഒബയോസിൽ ഇപ്പൊ സെല് ചെയ്യുന്ന കുറെ സാധനങ്ങൾക്ക്, അത് റീസെന്റ് ഞാൻ കണ്ട കുറെ സാധനങ്ങൾ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒരു പ്രൈസ്, ഒരു ഇളക്കത്താലി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണല്ലോ ഈ ഇളക്കത്താലി എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ ഇളക്കത്താലി ചോക്കർ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1099 rupees ആണ് ഇതിന്റെ റേറ്റ്. ഇതേപോലെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണോ അല്ലാത്തതെന്നുള്ളത്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിന്ന്. വേറെ 316 രൂപ എനിക്ക് അതിനായുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിന്റെ അതൊക്കെ അങ്ങനെയാണ്. സെലിബ്രിറ്റീസിന്റെ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കിന് അതൊക്കെയാ അവരുടെ ചാർജിന്റെ പൈസ, സെലിബ്രിറ്റി വീട്ടിൽ നിന്ന് കടയിലോട്ട് വന്ന പൈസ, സെലിബ്രിറ്റി തിരിച്ച് കടയിൽ നിന്ന് വീട്ടിലേക്ക് പോയ പൈസ, സെലിബ്രിറ്റി അന്നേ ദിവസം കടയിൽ ഇരുന്നപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പൈസ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച പൈസ, രാത്രി ഡിന്നർ കഴിക്കുന്ന പൈസ, പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് പാൽ കുടിക്കുന്ന പൈസയും കൂടെ ഞങ്ങൾ ഒരു മാലക്ക് അത് ഈടാക്കിയിട്ട് എടുക്കൂ. ബിക്കോസ് സെലിബ്രിറ്റിയുടെ കടയിൽ നിന്നും ഇത്രയും തന്നെ പറ്റൂ കേട്ടോ. പിന്നെ ഞാൻ നടന്നു പോയപ്പോഴത്തേക്കിന് എൻ്റെ കാലിലെ ചെരുപ്പ് കുറച്ച് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫണ്ട് കൂടെ ഞാൻ ഇതിനകത്ത് ഈടാക്കും. അല്ല പിന്നെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇളക്കത്താലി ഇത്രയും റേറ്റ് കുറവിനോ എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോക്കകത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ഡേ ലൈറ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്, പിന്നെ എന്റെ ഗോൾഡ് ചെയിന്റെ കൂടെ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു പുതിയൊരു ഗോൾഡ് എന്തെങ്കിലും ഓർണമെന്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിലാണ് ആ സാധനം വരുന്നത്. അത് കണ്ട ഗോൾഡ് പ്ലേറ്റഡ് എന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കണ്ടതിന് ശേഷം ഞാൻ അതൊന്നും എടുത്ത് ചുരണ്ടി നോക്കി. അപ്പൊ സത്യം പറഞ്ഞാൽ അത് ഇളകിയൊന്നും വരുന്നില്ല. ഇങ്ങനെ എന്തോ ഒരു കട്ടിയുള്ള സാധനം അതിന്റെ പുറത്തുള്ള പോലെ എനിക്ക് തോന്നി, ഒരു ലെയർ. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ആണെന്ന് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. നല്ല ക്വാളിറ്റി സാധനമാണ്. വെറും 316 രൂപ. ഇവരുടേത് 1099. ഓവർ പ്രൈസ്ഡ് ആണ് ഒബയോസിയുടേതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനി എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഇതെല്ലാം അവരുടെ ബിസിനസ് ആണ്. സോ അവർക്ക് പ്രോഫിറ്റ് എത്രത്തോളം വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. നമ്മുടെ പൈസ എവിടെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. സോ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒന്ന് ചിന്തിച്ച് സ്പെൻഡ് ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, അതിപ്പോ അങ്ങനെയാ. ഒരു കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുത്തന്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് ആക്കുക എന്നുള്ളതല്ലേ കച്ചവടം. അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഉരുപ്പടി കൊടുക്കും. കച്ചവടത്തിൽ മക്കൾ ഗതി പിടിച്ചിരിക്കുകയാണ്. പഠിച്ചു മറ്റൊരുത്തന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ എന്ത് വഴിയിലും നമ്മുടെ പോക്കറ്റിലേക്ക് ആക്കാനായിട്ട്. അതിലവർ തെളിഞ്ഞു. അതിലവർ പോസ്റ്റ് ഗ്രാജുവേറ്റും എടുത്തു. ആ ഗ്രാജുവേറ്റ് എടുത്ത സമയത്ത് ചില ഈ ടെക്നിക്കുകളും കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർ ആ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് പല അനുഭവങ്ങളും വന്നു. ഒരു തവണ ചൂണ്ട ഇട്ടപ്പോഴത്തേക്കിന് അവിടെ അത് കയറി പിടിച്ചപ്പോഴത്തേന് എന്താ പറ്റി? വീണ്ടും ആൾക്കാരെല്ലാം കൂടെ ചൂണ്ടയായിട്ട് അവിടെ വന്ന് കയറി പിടിക്കാനായിട്ട്. അത്രേ ഉള്ളൂ. അതാ ഇവിടെ നടന്നിരിക്കുന്നത്.
ഒന്ന് തലയ്ക്ക് കയറി ഒരു വിവാദം അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് അതേ സമാന്തര രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുകൾ നേരത്തെ ഇവരായതുകൊണ്ട് മിണ്ടാതിരുന്നവർ ഇനിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂട്ടമായിട്ട് കൂടും. ഒരു കുടുംബശ്രീക്കുള്ള ആളുണ്ട്, എല്ലാം കൂടെ കയറി കൂട്ടമായിട്ട് ആക്രമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിണ്ടാതിരുന്നു. ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോഴത്തേന് എല്ലാവരും കൂടെ തല പൊക്കി വിഷയം ഉണ്ടാക്കി സംസാരിച്ച് പറഞ്ഞിതങ്ങ് തീർത്തു അല്ലേ? അതാണ് നടന്നിരിക്കുന്നത്. കച്ചവടത്തിലെ ആ ഒരു കച്ചവടം ഉണ്ടല്ലോ, കച്ചമുറുക്കി കച്ച കാണിക്കാതെ എടുത്തു വെച്ച ആ ഒരു കച്ചവടം, ആ കച്ചവടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഉടായ്പകളും അതിലൂടെ പൈസ സമ്പാദിക്കാനായിട്ട് ഇവരെടുത്ത സ്ട്രാറ്റജിയും അതിലൂടെ സെലിബ്രിറ്റീസിൻ്റെ ഓർണമെൻറ്റ്സ്, സെലിബ്രിറ്റീസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഒരു പ്രത്യേക വാല്യൂ കൽപ്പിച്ച് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്കിന് അതേ സാധനം ചിക്കമംഗളൂരിലും അല്ലെങ്കിൽ മറ്റേ തൃശ്ശൂരൊരു സ്ഥലമുണ്ടല്ലോ അവിടെയും ഇവിടെയൊക്കെ നമുക്ക് ഇതേ സാധനം തന്നെ ഈ വില കിട്ടുമ്പോഴത്തേക്കിന് നമ്മളാലോചിക്കും എടാ, അപ്പം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കിടക്കുന്ന മിഠായി തെരുവ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി മേടിച്ചുകൊണ്ട് സാധനമാണോ ഇവർ സെലിബ്രിറ്റി സാധനമായിട്ട് കൊണ്ട് വിൽക്കുന്നതെന്ന്. സ്വാഭാവികം. ഒരേ സാധനം, ഒരേ ക്വാളിറ്റി, ഒരേ പ്രോഡക്റ്റ് സെലിബ്രിറ്റീസിൻ്റെ കടയിലും സാധാ ലോക്കൽ കടയിലും കാണാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു സാമാന്യ മനുഷ്യന് തോന്നാവുന്ന ഒരു കോമൺ സെൻസ്, അത് മാത്രമാണ് ഈ സംഭവത്തിന് ഇപ്പോൾ ഇത്രയും പരാജയവും അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂട്ടമായിട്ട് ഈ ഒരു കുടുംബത്തിന് ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു കാര്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം